ആദ്യം നമുക്ക് IntelliJ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കൊരു പുതിയ ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് മേലെ കാണുന്ന ഈ മെയിൻ മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ന്യൂ എന്ന ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന ഒരു പോപ്പപ്പ് വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് പലതരത്തിലുള്ള പ്രോജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസിൽ നിന്ന് ജാവ സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിലെ വിൻഡോയിൽ പുതിയ ജാവ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ആദ്യം നെയിം. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഹലോ വേൾഡ് എന്ന പേര് കൊടുക്കാം. അടുത്തത് ലൊക്കേഷൻ. നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇത് IntelliJ തന്നെ ക്രിയേറ്റ് ചെയ്ത ഐഡിയ പ്രൊജക്ട്സ് എന്ന ഫോൾഡർ ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് ഈ ഫോൾഡർ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ല മറ്റ് ഫോൾഡേഴ്സിലേക്ക് പ്രൊജക്റ്റ് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു പുതിയ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതും സാധ്യമാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് ഫോൾഡറിൻ്റെ അകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായി ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂ ഡയറക്ടറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജാവ കോഡിംഗ് എന്ന പേരാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അടുത്തത് ബിൽഡ് സിസ്റ്റം. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് JDK. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ജാവ 17 വെർഷനാണ്. അതിവിടെ ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിട്ടുണ്ട്. അടുത്തത് ആഡ് സാമ്പിൾ കോഡ് എന്ന ചെക്ക് ബോക്സ് ആണ്. ഇത് ചെക്ക് ചെയ്താൽ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുന്നതോട് കൂടെ തന്നെ ഒരു സാമ്പിൾ ജാവ കോഡും IntelliJ നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്കിത് അൺചെക്ക് ചെയ്ത് വെക്കാം. ഇനി ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോപ്പപ്പ് ലഭിക്കും. ദിസ് വിൻഡോ എന്ന് സെലക്ട് ചെയ്താൽ ഓൾറെഡി ഓപ്പൺ ആയി കിടക്കുന്ന പ്രോജക്റ്റ് ക്ലോസ് ചെയ്യും. എന്നിട്ട് സെയിം വിൻഡോയിൽ തന്നെ നമ്മുടെ പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ആവും. അതല്ല ന്യൂ വിൻഡോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ പുതിയൊരു വിൻഡോയിലായിരിക്കും നമ്മുടെ പ്രോജക്റ്റ് ഓപ്പൺ ആയി വരുന്നത്. നമുക്കിപ്പോൾ ന്യൂ വിൻഡോ ഓപ്ഷൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജാവ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രോജക്റ്റിൻ്റെ മെയിൻ ഫോൾഡറിൻ്റെ അകത്തുള്ള SRC എന്ന ഫോൾഡറിലാണ് നമ്മൾ ജാവ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്.